വെൽക്കം ടു ടേസ്റ്റി ക്യൂൻസ്. ഇന്ന് ഞാനൊരു ബിണ്ടി മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെജിറ്റേറിയൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോൾ നൊയമ്പുകാലമൊക്കെ ആണല്ലോ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വെണ്ടയ്ക്ക വെച്ചിട്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായത് വെണ്ടയ്ക്കയാണ് മെയിനായിട്ട്. അതൊരു 200 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം. നമുക്കിനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെണ്ടയ്ക്കയുടെ ഒരു കളറ് മാറുന്നത് വരെ, അതായത് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ വഴന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. ഈ കളറ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ചായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ ആയാൽ മതി. അതിനുശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് കുറച്ച് ജീരകം, 1 ടീസ്പൂൺ ജീരകം ഇടുക, ചെറിയ ജീരകം. അതിലേക്ക് കടുകും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. ഇത് മൂന്നും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ സവാള നമുക്കൊന്ന് ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതേ ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുമ്പോൾ ഒരു 2 തക്കാളിയുടെ പ്യൂരി ചേർത്ത് അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. ഇനി മസാലപ്പൊടികളൊക്കെയാണ് ഇനി അടുത്തതായിട്ട് ഓരോന്ന് ചേർത്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ആദ്യം കാശ്മീരി ചില്ലി പൊടി ചേർത്തു. പിന്നെ 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്തു. അതും നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. അതും നന്നായി ഇളക്കുക. പിന്നീട് നമുക്ക് കുറച്ച്, അതായത് 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്തു. അങ്ങനെ എല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ പച്ചമണമൊക്കെ മാറി നന്നായി ഇതായി വരുമ്പോൾ കുറച്ചൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഗ്രേവി നല്ല ഗ്രേവിയൊക്കെ നല്ല എന്താ പറയുക, അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഗ്രേവി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് 1 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് നമുക്ക് ചേർത്ത് കൊടുക്കണം. തൈര് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് വരുന്നത്. അങ്ങനെ തൈരും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ഈ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തു. പിന്നെ നമുക്കൊരു ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മേത്തി, ഡ്രൈ മേത്തിയുടെ പൊടിച്ചത്, ഉണങ്ങിയ ഉലുവയുടെ ഇലയുണ്ടല്ലോ, അപ്പോൾ അത് പൊടിച്ചതും കൂടെ അതിൽ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിണ്ടി മസാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബിണ്ടി മസാല റെഡിയായി, നന്നായിട്ടൊക്കെ ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യണം. അങ്ങനെ കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇളക്കി നമുക്ക് പാത്രത്തിൽ സെർവ് ചെയ്ത് കാണിക്കാം. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ടേസ്റ്റി ക്യൂൻസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടെന്നറിയാം, എന്നാലും ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അപ്പം എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ ടേസ്റ്റി ക്യൂൻസിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.